ഏതായാലും ബെഡ് ബുക്ക് ചെയ്തത് നന്നായി. ഏമാന് വന്ന് മലനടിച്ച് കയറിക്കിടക്കാൻ ഒരു സ്ഥലമായല്ലോ. ഫ്ലാഷ് ബാക്ക്. ഒരു സമയത്ത് രണ്ടും മൂന്നും ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുന്ന സമയത്ത് നമുക്ക് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ടൈമും അറ്റൻഷനുമാണ് എല്ലാ പ്രണയത്തിന്റെയും കീഴിലുള്ളത്. ഇയാളൊരു മഹാനായി മാറി. എടി തങ്കി ഒരു 5-6 ഏലസ് കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്, ഇവനെ ദൃഷ്ടിപ്പെടും, അത്രയ്ക്ക് ബുദ്ധിയാ. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ആൾക്ക് മൈത്രേനെ എങ്ങനെയാണ് പിന്നെ ഇത്രയും കോടികൾ സമ്പാദ്യം ഉണ്ടായിട്ടും ഒരു ഭാര്യ മാത്രമുള്ളെങ്കിൽ അംബാനി കോന്തന എന്ന് പറയാൻ പറ്റും? അതെങ്ങനെയാണ് പറയാൻ പറ്റുക? ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. കളിച്ച് ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ അന്ത്രോ. 13 വർഷം ജയശ്രീ മാത്രം പാർട്ണർ ആയിരുന്നിട്ടുള്ള കോന്തനാണോ? അംബാനി കോന്തന, അതിന് എനിക്ക് സംശയമൊന്നുമില്ല. കാരണം 5000 കോടി 50,000 കോടിയൊന്നും ലോകത്താർക്കും. ഞാനൊരു അംബാനി ആവുന്നത് നിനക്ക് ഇഷ്ടമല്ല. ഞാൻ എന്ന് നിന്റെ കൂടെ ഇങ്ങനെ ഇംബാനിയായിട്ട് നടക്കാം. ഒരു ഭാര്യ മാത്രമാണുള്ളെങ്കിൽ അംബാനി കോന്തനാണെന്നുള്ളത് എനിക്ക് സംശയരഹിതമായ അറിവ്. 13 വർഷം ജയശ്രീ മാത്രമായിട്ട് ഇഷ്ടവും പ്രണയവും ലൈംഗികബന്ധം മൈത്രേൻ കോന്തനാണെന്ന് സ്വയം സമ്മതിക്കേണ്ടി വരുമോ? അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തലാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. നീ പാടാ, നാണം കെട്ട എന്നെ ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ ഞാൻ അത് ഇയാള് പറയുന്ന തരത്തില് എടുക്കാൻ ഞാൻ എടുക്കും ശിവനേ. പക്ഷെ ഞാൻ 5000 കോടി ഉണ്ടാക്കത്തില്ല. അതുകൊണ്ടൊന്നുമില്ല. നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ച? ഞാൻ പണം ഇത്ര കോടികൾ സമ്പാദിക്കുന്നത് ഒന്നിൽ കൂടുതൽ പേരായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് കാഴ്ചപ്പാട്. ഇത്രയും അറിയണം മാത്രമാണ്, വേറെ ഒന്നിനും അല്ല. ഇല്ല, ഇയാൾക്ക് എന്താണ് വയ്യേ? ഉള്ളവരായി ഇരുന്നവരുടെ തുടർച്ചയിലാണ് അംബാനി നിൽക്കുന്നത്. അതുകൊണ്ട് അയാൾ കോന്തന എന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഞാൻ പറയുന്നത് മനസ്സിലാക്കാനെങ്കിൽ അല്ല, ഇത് ഏതായാലും നിന്നെ ഞാനിങ്ങനെ വെറുതെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. അടക്കടാത്തോട്ടെ, ഞാൻ പറയുമ്പോ അതിലൊരൊറ്റ ചോദ്യം, ഈ 13 വർഷത്തെ ഇഷ്ടത്തെ അയാൾ എന്റെ അടുത്ത ഞാൻ അത് ഇയാളുടെ ഉദ്ദേശം, തന്റെ ഉദ്ദേശം സാധനം മനസ്സിലാക്കുന്നത്. ഇത്രയും പറഞ്ഞൊരു കാര്യമുണ്ട്. ആ 13 വർഷത്തിലേക്ക് ഉണ്ടായിരുന്ന 15 വർഷമാണെന്ന് പറഞ്ഞാൽ ഇയാളെ തിരുത്തുവോ? ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും അതിലേക്ക് ഉത്തരം പറയാൻ ഇപ്പോഴും മടിക്കുന്നുണ്ട്? ഞാൻ മടിക്കുന്നതല്ല. തന്റെ വിചാരം താൻ ഭയങ്കരമായിട്ട് ഒരു നൂല് വെച്ചിട്ട് എന്താണ് ഇത് വീതി ചെയ്ത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഞാൻ ഉത്തരം പറയുന്നില്ല, മനസ്സില്ല. കഴിഞ്ഞോ? കൈവിടരുത്. സമരം ചെയ്യാനും അലമുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. വേറെ ആളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാതിരുന്നത് പണം ഇല്ലാതിരുന്നുകൊണ്ടോ അതോ ജയശ്രീയുമായിട്ടുള്ള ഇഷ്ടം മാത്രം ആയിരുന്നതുകൊണ്ടോ? രണ്ടുമല്ല ചോദ്യം. രണ്ടുമല്ല, കുഞ്ഞിനെ വളർത്തുന്ന ഉത്തരവാദിത്തം കൊണ്ട് മാത്രം. ഇത് ജയന്റെ സിനിമ പോലെയല്ല, കരിവുരുണ്ട ജീവിതങ്ങളെ. താനൊരു അടിമയാ, അതുകൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. തന്റെ അടിമത്തത്തിന് ന്യായം എന്നെ കൊണ്ട് പറയിപ്പിക്കാനാണ് നീ നോക്കുന്നത്. ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ പറഞ്ഞ രണ്ട് തട്ടിലാണെന്നുണ്ടെങ്കിലും വരുന്നതൊക്കെ 2 കുപ്പിയിലെ വെള്ളം വെള്ളം തന്നെയാണ്. അസംബ്ലി പിരിച്ചുവിട്ടു പറഞ്ഞ പോലെ ഈ മദ്യനയത്തിൽ അങ്ങനെ അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. വല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് സംസാരിപ്പിക്കാണ്ട്, അല്ലാതെ വെറുതെ എന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് കൊളസ്ട്രോൾ ഉള്ളതാണ്. ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 6000 കോടിയുടെ വർധന വരുന്നത് എങ്ങനെയാ? ഈ നിരോധിതമായിട്ട് സംഭവിക്കുന്ന നിർത്തി. നമുക്ക് അർജന്റായിട്ട് പുറത്തേക്കൊന്ന് പോകണം. അതൊരു സാധനത്തിന്റെ ലഭ്യത ഞാൻ വിട്ട്. അയ്യോ, മലയാളിയാണോ? എന്നാ വിടണ്ട. എന്നെക്കാളും വിവരം ഈ കാര്യത്തിലെല്ലാം ഉണ്ടല്ലോ. അത് ഈ ക്യാമറയിലോട്ട് നോക്കി പറഞ്ഞോ, ഞാൻ ഇട്ടിരുന്നോളാം. പോലെയാടി മോനെ, നാക്കിന്റെ നീളം വെച്ച് വളവളാന്ന് ചെലക്കുമ്പോ നീ ഓർത്തില്ലല്ലേ ആമ്പിള്ളേരുടെ കൈക്ക് വന്ന് വീഴുന്നു. അത് മാത്രം എന്റെ ചോദ്യം. ചോദ്യമില്ല, അതുകൊണ്ടാണ് അതാണ് തന്നെ നിലപാട്. അത് പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്റെ കണ്ണൊക്കെ വേറിട്ടുണ്ടല്ലോ. ആദ്യ തൊണ്ട ഇടുന്നുണ്ട്. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. നിങ്ങൾ അതെല്ലാം അനുസരിച്ചിട്ട് മദ്യം കഴിക്കാതെയും രഹസ്യമായിട്ട് കഴിച്ച് ചത്തു. നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലോ. അത് കഴിഞ്ഞു. എവിടെ ശവം? ഞാനിപ്പോ ശവമാകും. എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോ. എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ.